ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താ? കാരുണ്യത്തിന്റെ വില. ശിഷ്യരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മത്സരം ഏർപ്പെടുത്തുകയാണ്. വിഷ്ണുഗുപ്തൻ പറയാൻ തുടങ്ങി. എന്ത് മത്സരമാണ് ഗുരു? ശിഷ്യന്മാർ ആകാംക്ഷയോടെ ആരാഞ്ഞു. ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച പ്രകാശ വസ്തു ഏതെന്ന് കണ്ടെത്തുക. ഇതാണ് മത്സരം. ഇതിൽ വിജയിക്കുന്ന ആൾക്ക് ഞാൻ വിലപിടിച്ച ഒരു സമ്മാനം നൽകും, വിഷ്ണുഗുപ്തൻ അറിയിച്ചു. ശിഷ്യന്മാരെല്ലാം ഗുരുവിന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. വിഷ്ണുഗുപ്തൻ ശിഷ്യന്മാർക്ക് മാത്രമല്ല, ആ ഗ്രാമവാസികൾക്കെല്ലാം തന്നെ പ്രിയങ്കരനും ആദരണീയനുമായിരുന്നു. പാടലീപുത്രത്തിലെ ഒരു ഓണങ്കേറ മൂലയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരുകുലം. അതീവ സമർത്ഥനും തന്ത്രശാലിയുമായ വിഷ്ണുഗുപ്തൻ ശിഷ്യന്മാരുടെ അഭിരുചികൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു. വ്യത്യസ്തമായ അഭിരുചികളോട് കൂടിയ ശിഷ്യന്മാരാണ് അവിടെ പഠിച്ചിരുന്നത്. രമണകനും ശ്രുതകേതുവും വിജയമിത്രനും എല്ലാം അക്കൂട്ടത്തിൽ പെടുന്നു. ഇടയ്ക്കിടെ വിഷ്ണുഗുപ്തൻ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി രസകരങ്ങളായ പല മത്സരങ്ങളും നിരീക്ഷണങ്ങളും ബുദ്ധി പരീക്ഷകളും സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ഗുരുകുലത്തിന്റെ വാർഷികം വന്നുചേർന്നത്. വാർഷിക പരിപാടിയുടെ ഭാഗമായാണ് വിഷ്ണുഗുപ്തൻ തന്റെ ശിഷ്യന്മാർക്കായി വളരെ പുതുമയുള്ള ആ മത്സരം ഏർപ്പെടുത്തിയത്. ഏറ്റവും പ്രകാശമുള്ള വസ്തുവാണ് കണ്ടുപിടിച്ച് കൊണ്ടുവരേണ്ടത് എന്താണാവോ ഗുരുനാഥൻ ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്? രമണകനും ശ്രുതകേതുവും വിജയമിത്രനും എല്ലാം ഓരോരോ വഴിക്ക് യാത്രയായി. അവരവരുടെ കാഴ്ചപ്പാടിന് യോജിച്ച വസ്തുക്കൾ കണ്ടുപിടിക്കാനായി ഓരോരുത്തരുടെയും ശ്രമം. ഗ്രാമപതിയുടെ മകനായ രമണകൻ കൊണ്ടുവന്നത് പ്രകാശം പരത്തുന്ന വിലയേറിയ ഒരു വൈരക്കല്ലായിരുന്നു. ഒരിരുട്ടിൽ പോലും വെളിച്ചത്തിന്റെ 1000 പൂക്കൾ ഒരുമിച്ച് വിടർത്തുന്ന വൈരക്കലിനേക്കാൾ കൂടുതൽ പ്രകാശം പരത്തുന്ന മറ്റു വല്ല വസ്തുവും ഈ ലോകത്തിലുണ്ടോ? ശ്രുതകേതു കൊണ്ടുവന്നത് നിറയെ ചിത്രവേരകൾ ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു വിളക്കാണ്. എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. കത്തുംതോറും പ്രഭ കൂടി വരുന്ന ഒരു അസാധാരണ വിളക്ക്. ഇരുട്ടിന്റെ ധൂമപടലങ്ങളിൽ കനകപ്രകാശം കോരിച്ചൊരിയുന്ന ഈ വിളക്കിനേക്കാൾ തിളക്കം മറ്റെന്തിനാണുള്ളത്? വിജയമിത്രൻ ഇപ്പോഴും ഗ്രാമവീതിയുടെ അലയുകയാണ്. വിലപിടിച്ച വല്ലതും വാങ്ങാമെന്ന് വെച്ചാൽ തന്നെ അവന്റെ കയ്യിൽ ചില്ലിക്കാശ് പോലുമില്ല. ഗ്രാമപുരോഹിതനായ അവന്റെ അച്ഛൻ തളർവാദം പിടിപെട്ട് വളരെ കാലമായി കിടപ്പിലാണ്. വിശപ്പടക്കാൻ നിവൃത്തിയില്ലാത്തിടത്ത് മറ്റു വല്ലതും നടക്കുമോ? ഒന്നും കണ്ടെത്താനാവാതെ വിജയമിത്രൻ നിരാശനായി ഗുരുകുലത്തിലേക്ക് തിരിച്ചു. അപ്പോഴാണ് ഒരു ദയനീയ രംഗം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങകലെ ഒരു മരച്ചുവട്ടിൽ ഒരു പാവം പക്ഷി അമ്പേറ്റ് പിടയുന്നു. വിജയമിത്രൻ ഓടിച്ചെന്ന് അതിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. ദാഹജലത്തിനു വേണ്ടി അത് വായി തുറന്നു. അവൻ അതിന്റെ വായിൽ ജലം പകർന്നു. പിന്നെ മുറിവേറ്റ സ്ഥലത്ത് പച്ചമരുന്നുകൾ പിഴിഞ്ഞൊഴിച്ചു. അപ്പോഴേക്കും നേരം വളരെ വൈകിയിരുന്നു. ഗുരുകുലത്തിലെത്തേണ്ട സമയം കഴിഞ്ഞിരുന്നു. വിജയമിത്രൻ തന്റെ കയ്യിലുള്ള പക്ഷിയെ നെഞ്ചത്തടക്കി പിടിച്ചുകൊണ്ട് വേഗത്തിലൂടി. മറ്റുള്ളവരെ പോലെ ഏറ്റവും വില പിടിച്ച വസ്തുവുമായി എത്താൻ കഴിയാതെ വന്നതിൽ അവൻ വല്ലാതെ സങ്കടപ്പെട്ടു. അവൻ എന്തെന്നില്ലാത്ത ലജ്ജയും തോന്നി. വായിക്കുമ്പോൾ ശ്രദ്ധിക്കണേ. വിജയമിത്രൻ വരുന്നതും കാത്ത വിഷ്ണുഗുപ്തൻ ഗുരുകുലത്തിന്റെ മുറ്റത്ത് തന്നെ ഉലാത്തുന്നുണ്ടായിരുന്നു. ഗുരുവിനെ കൈവണങ്ങിയിട്ട് അവൻ പറഞ്ഞു, ഗുരു, മറ്റുള്ളവരെ പോലെ വിലപിടിച്ച ഒരു വസ്തുവും കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ ദരിദ്രനാണ്, എന്നോട് ക്ഷമിക്കണം. പിന്നെ നിന്റെ കയ്യിലെന്താ ഇരിക്കുന്നത്? ഗുരു അന്വേഷിച്ചു. ഇതൊരു അമ്പേറ്റ പക്ഷിയാണ്. ഇതിനെ വഴിയിൽ ഉപേക്ഷിച്ചു പോരാൻ എനിക്ക് കഴിഞ്ഞില്ല. വിജയമിത്രന്റെ കണ്ണുകൾ ഇറങ്ങി. ഓഹോ, അപ്പോൾ ഇത് വളരെ വിലയേറിയ ഒരു വസ്തുവാണല്ലോ. ഗുരുവിന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. എങ്കിലും കാരുണ്യത്തിനു വേണ്ടി കേഴുന്ന ആ പക്ഷിയുടെ ദീനഭാവം കണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിച്ചു. അതിനെ നോക്കിയിരുന്ന രമണകന്റെയും ശ്രുതകേതുവിന്റെയും കണ്ണുകൾ നിറയുന്നത് ഗുരു ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, ശിഷ്യരെ, ഏറ്റവും പ്രകാശമേറിയ വസ്തു കണ്ടെത്തിയത് വിജയമിത്രനാണ്. അതിനാൽ എന്റെ സമ്മാനം ഞാൻ അവനാണ് നൽകാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഗുരു എന്ന് രമണകൻ സംശയം ചോദിച്ചു. അല്ലേ? ശിഷ്യരെ, മനുഷ്യ മനസ്സിലെ ഏറ്റവും പ്രകാശമേറിയ ദൈവീകവുമായ ഒരു അനുഭൂതിയാണ് ദയ. ആ ദയയെ ഉണർത്താൻ വിജയമിത്രൻ കൊണ്ടുവന്ന വസ്തുവിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ പോലും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത്, വിഷ്ണുഗുപ്തൻ വിശദമാക്കി. ശിഷ്യന്മാർ ഗുരുവിന്റെ വചനങ്ങൾ ശ്രദ്ധയോടെ കേട്ടു. അവരുടെ മനസ്സിൽ ഒരു പുതിയ വെളിച്ചം ഉണർന്നു. അവർ തങ്ങളുടെ ആദരണീയനായ ഗുരുവിന്റെ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചു. അല്ലെ? ഈ കഥ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നല്ലപോലെ പഠിച്ചു. 2 ക്ലാസ്സിലായിട്ട് പഠിച്ചു. ദിയ ക്ലാസ് എടുത്ത് കേട്ടോ ദിയ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് അതിന്റെ മീനിങ് ഒന്ന് വായിക്കാം. അല്ലെ? മീനിങ് അപ്പൊ എന്താണ്? പദങ്ങളുടെ അർത്ഥം പഠിക്കാനുണ്ട് അല്ലെ? അപ്പൊ ആരാഞ്ഞു എന്താണ്? ആരായുക, ചോദിക്കുക. അല്ലെ? ആരാഞ്ഞു, ചോദിച്ചു.
അഭിരുചി ഇഷ്ടം. അഭിരുചി എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്ടം അല്ലെ? വ്യത്യസ്തം എന്താ അതിന്റെ മീനിങ്? വ്യത്യസ്തം എന്ന് പറഞ്ഞാല് പലതരം അല്ലെ? വെവ്വേറെ അല്ലെങ്കിൽ പലതരം അല്ലെ? കാഴ്ചപ്പാട് എന്താണ്? കാഴ്ചയുടെ രീതി. കനകം സ്വർണം. അന്വേഷിക്കുക തേടിപ്പിടിക്കുക അല്ലെങ്കിൽ കണ്ടെത്തുക അല്ലെ? അന്വേഷിക്കുക, തേടിപ്പിടിക്കുക അല്ലെങ്കിൽ കണ്ടെത്തുക. ഗുരുകുലം ഗുരുവിന്റെ വീട്. അപ്പൊ അത്രയാണ് നമുക്ക് അതിന് മീനിങ് എഴുതാനുള്ളത്, അർത്ഥം പഠിക്കാനുള്ളത്. പിന്നെ പര്യായം എഴുതാം. കനകം സ്വർണം. കനകം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? കനകം മൂലം, കാമിനി മൂലം, കലഹം പലവിധം, ഉലകിൽ സുലഭം. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അപ്പൊ കനകം എന്ന് പറഞ്ഞാൽ സ്വർണ്ണാണ്. സ്വർണം മൂലവും കാമിനി പിന്നെ പെണ്ണുങ്ങളല്ലേ, സ്ത്രീകളാണ് പ്രശ്നകാരികൾ എന്നാണ്. കനകം മൂലം, കാമിനി മൂലം, കലഹം പലവിധം അല്ലെ, ഉലകിൽ ലോകത്തിൽ സുലഭമായിട്ടുള്ളത്. ഫെയ്ത്ത് ഇങ്ങനെ കൈകൊണ്ടാക്കിയത് കറക്റ്റ്. നമ്മളൊക്കെ ലേഡിയാണല്ലോ ഇവിടെ ഉള്ളത്, പെണ്ണുങ്ങളാണല്ലോ അല്ലെ ഫെയ്ത്തേ? അപ്പോ കനകം എന്ന് പറഞ്ഞ സ്വർണം. പിന്നെയോ ഹേമം കാഞ്ചനം. കാഞ്ചനക്കൂട്ടിൽ കേട്ടിട്ടില്ലേ? ബന്ധൂര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ അല്ലെ? കാഞ്ചനം എന്ന് പറഞ്ഞാലും സ്വർണ്ണക്കൂട്ടിലാണെങ്കിലും ബന്ധനം എന്ന് പറഞ്ഞാൽ എന്താണ്? അടക്കപ്പെട്ടത് നമുക്കൊരു ബന്ധനം തന്നെയാണ് അല്ലെ? അല്ല സ്വർണ്ണക്കൂട്ടിലാണ് നീ ഉള്ളത്, അതുകൊണ്ട് നിനക്ക് നല്ല സുഖമല്ലേ എന്ന് സ്ത്രീകളോട് പറഞ്ഞാലും രക്ഷയില്ല. എന്തേ? അവർക്ക് ബന്ധനം തന്നെയാണ് അല്ലെ? ഏത് കൂട്ടിലായാലും നല്ല സുഖജീവിതാണെങ്കിലും ബന്ധനം തന്നെ പാലില്ല. ഓക്കെ. അപ്പൊ കാഞ്ചനം എന്ന് പറഞ്ഞാൽ സ്വർണ്ണാണ്. കനകം സ്വർണം, ഹേമം കാഞ്ചനം. പര്യായം എഴുതാനാണ്. പിന്നെ പിരിച്ചെഴുതുക. ആകാംക്ഷയോടെ. ആകാംക്ഷ ഇതിലുണ്ട് നമുക്ക് ടെക്സ്റ്റ് തന്നെ ഉണ്ട് നമുക്ക് ഓൾറെഡി എല്ലാം. അപ്പൊ ആകാംക്ഷയോടെ. ആകാംക്ഷ പ്ലസ് ഓടെ. കണ്ടെത്തുക. കണ്ട് പ്ലസ് തുക. അമ്പേറ്റ. അമ്പ് പ്ലസ് ഏറ്റ. ഓക്കെ. അപ്പൊ അത് മൂന്നും അവിടെ ഉണ്ട്. അമ്പേറ്റ, അമ്പ് പ്ലസ് ഏറ്റ, അമ്പേറ്റ. അപ്പൊ നിങ്ങള് രണ്ടാമത്തെ പടം ഞാൻ ഒന്ന് ഫോട്ടോ ഇതിൽ ഇട്ട് തരാം. അല്ലെങ്കിൽ ഫസ്റ്റ് ലെസൺ എഴുതിയോ? ദിയ കുട്ടി എഴുതിയോ? എഴുതിയോ? നോട്ട് കംപ്ലീറ്റ് ആക്കണേ. ബാക്കിയുള്ള കുട്ടികൾ എഴുതിയല്ലേ അല്ലേ ഫീത്തെ? ആഷിക്ക് ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ മോനെ. ഷോൺ എവിടെ പോയത്? അതെ അല്ലേ? ഓക്കെ. അപ്പൊ ഈ രണ്ടാമത്തെ പാഠത്തിന്റെ പേര് എഴുതിയിട്ട് എന്ത് എഴുതണം? പാഠത്തിന്റെ പേര് നമുക്കറിയാലോ. കാരുണ്യത്തിന്റെ വില. പാഠം 2 കാരുണ്യത്തിന്റെ വില. എന്നിട്ട് അർത്ഥം എഴുതുക എന്ന് എഴുതിയിട്ടാണ് ഇത് എഴുതേണ്ടത്. രണ്ടാമത് പര്യായം എഴുതുക എന്ന് എഴുതണം. അപ്പൊ കനകം സ്വർണം ഹേമം കാഞ്ചനം. മൂന്നാമത്തെ പിരിച്ചെഴുതുക. എന്ത്? ആകാംക്ഷയോടെ. ആകാംക്ഷ പ്ലസ് ഓടെ. കണ്ടെത്തുക. കണ്ട് പ്ലസ് എത്തുക. അമ്പേറ്റ. അമ്പ് പ്ലസ് ഏറ്റ. ഓക്കെ. പിന്നെ വാക്യത്തിൽ പ്രയോഗിക്കാം എന്നുണ്ട് അല്ലെ? വാക്യത്തിൽ പ്രയോഗിക്കാൻ നിങ്ങൾക്ക് അറിയോ എല്ലാവർക്കും? വാക്യത്തിൽ പ്രയോഗിക്കുക. അപ്പൊ എങ്ങനെയാണ്? ഉറ്റുനോക്കുക. വാക്യത്തിൽ പ്രയോഗിക്കുക എങ്ങനെയാ ആൻമരിയ? ഉറ്റുനോക്കുക. ആൻമരിയ പ്ലീസ് അൺമ്യൂട്ട്. ആൻമരിയ ഉറ്റുനോക്കുക. ഇപ്പൊ എന്റെ മനസ്സിലൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഉറ്റുനോക്കുക എന്ന് വാക്യത്തെ പ്രയോഗിക്കുക. എന്താണ്? ക്ലാസ് ടൈമിൽ എടുക്കുമ്പോ ഓക്കെ കറക്റ്റ്. ക്ലാസ് ടൈമിൽ ആൻമരിയ എന്നെ തന്നെ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അല്ലെ? ഉറ്റുനോക്കുക. ഇങ്ങനെ കയ്യെല്ലാം വെച്ച് നല്ല സുന്ദരി കുട്ടിയായി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഉറ്റുനോക്കുക അല്ലെ? ഉറ്റുനോക്കുക വാക്യത്തെ പ്രയോഗിക്കാൻ നമുക്ക് മിസ് എഴുതി തരാം കേട്ടോ. എഴുതിയിട്ട് വാട്സപ്പ് സെൻഡ് ചെയ്യാം. പിന്നെന്താ വരുന്നത്? അഭിരുചി. അഭിരുചി എന്ന് പറഞ്ഞ അർത്ഥം ഇഷ്ടമല്ലേ? അപ്പൊ എന്താ ചെയ്യാ? ഇതിൽ തന്നെ ഒരു വരിയുണ്ട്. ശിഷ്യം വിഷ്ണുഗുപ്തൻ ശിഷ്യന്മാരുടെ അഭിരുചികൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു എന്നുണ്ട് അല്ലെ? പിന്നെന്താണ് അടുത്തത്? ഏർപ്പെടുത്തുക. ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഏർപ്പെടുത്തുക ഒന്ന് വാക്യത്തെ പ്രയോഗിച്ചു നിങ്ങള്.
ഇതിലുണ്ട്. എല്ലാ വാർഷികത്തിലും മത്സരം ഏർപ്പെടുത്തുക പതിവായിരുന്നു അല്ലെ? എവിടെ? ഗുരുകുലത്തില് അങ്ങനെയില്ലേ? ഗുരുകുലത്തിൽ വാർഷികത്തിന് ശിഷ്യന്മാരുടെ മത്സരം ഏർപ്പെടുത്തുക പതിവായിരുന്നു അല്ലെ? പിന്നെന്താണുള്ളത്? അടുത്തത് ദീനഭാവം. ദീനഭാവം എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? ദയനീയമായ ഭാവം അല്ലെ? ദീനഭാവം. ഓക്കെ. തോന്നിക്കത്തക്കതാണ് ദീനത അല്ലെ? ദയനീയമായ ഭാവത്തിൽ. ദീനഭാവം എന്ന് പറഞ്ഞാൽ ദയനീയ ഭാവം. അപ്പൊ ദീനഭാവം എന്ന് പറഞ്ഞിട്ട് എങ്ങനെ നമ്മള് വാക്യത്തിൽ പ്രയോഗിക്കുക? എങ്ങനെയാ ശ്രേയ? കേൾക്കുന്നില്ല മിസ്സിന്. എന്തുകൊണ്ടാണാവോ? കാര്യമായിട്ട് പറയുന്നില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? മ്യൂട്ടൊന്നല്ല, പക്ഷെ കേൾക്കുന്നില്ല. ഇപ്പൊ മ്യൂട്ടാണ്. ഓക്കെ, പറഞ്ഞേ. ഒന്ന് മ്യൂട്ട് ആക്കി നോക്കിയേ. കേൾക്കുന്നില്ലല്ലോ. ഭിക്ഷക്കാരെ ദയനീയത്തോടെ നോക്കി. ഓക്കെ, ദയനീയ ഭാവത്തിലല്ലേ? ദീനത അർത്ഥം വന്നു. അപ്പൊ അത് കംപ്ലീറ്റ് ആയി. പിന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം അല്ലെ? ഉത്തരം എഴുതാന്നാണ് അടുത്തത്. അപ്പോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിഷ്ണുഗുപ്തൻ ശിഷ്യന്മാർക്ക്, ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി, വിഷ്ണുഗുപ്തൻ ശിഷ്യർക്ക് ഏർപ്പെടുത്തിയ മത്സരം എന്തായിരുന്നു ഷോൺ? എന്തായിരുന്നു ഷോണേ? പ്ലീസ് അൺമ്യൂട്ട് ഷോൺ. ഏറ്റവും വിലപിടിച്ച പ്രകാശ വസ്തു ഏതെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, കറക്റ്റ്. വിഷ്ണുഗുപ്തൻ ശിഷ്യന്മാർക്ക് എന്ത് മത്സരമായിരുന്നു ഏർപ്പെടുത്തിയത്? ഏറ്റവും വിലയേറിയ പ്രകാശ വസ്തു ഏതെന്ന് കണ്ടെത്തുകയായിരുന്നു വിഷ്ണുഗുപ്ത ശിഷ്യന്മാർക്ക് നൽകിയ മത്സരം അല്ലെ? ഏർപ്പെടുത്തിയ മത്സരം. നെക്സ്റ്റ്, വിഷ്ണുഗുപ്തൻ എങ്ങനെയുള്ള ആളായിരുന്നു? ദിയ കുട്ടി, ദിയ പ്ലീസ് അൺമ്യൂട്ട്. എങ്ങനെയുള്ള ആളായിരുന്നു? അൺമ്യൂട്ട് ചെയ്യാനാവുന്നില്ല മോക്ക്. അറിയുന്നില്ലേ? കേൾക്കുന്നില്ലേ? അത് അൺമ്യൂട്ട് ചെയ്തേ മോള്. ഒന്ന് ആ താഴെ ഒന്ന് തൊട്ടെ. ഓക്കെ, എന്നാ നെക്സ്റ്റ്. അവർക്ക് മനസ്സിലായില്ലാവോ? ആ പറയട്ടെ. അറിയുന്നില്ല? ഓക്കെ, മിസ് പറഞ്ഞുതരാം, ശ്രദ്ധിക്കണേ. അപ്പൊ ആഷിഖ് പ്ലീസ് അൺമ്യൂട്ട്. ആഷിഖ്, ഞാൻ പറയാം. വിഷ്ണുഗുപ്തൻ എങ്ങനെയുള്ള ആളായിരുന്നു? ഞാൻ പറയാം. ആ, പറഞ്ഞോ. ശിഷ്യന്മാരുടെ അഭിരുചികൾ അറിഞ്ഞു പ്രവർത്തിക്കുന്ന ആളായിരുന്നു. കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളായിരുന്നു അല്ലേ? പിന്നെന്താണ്? ഒന്നും കൂടെ ഉണ്ട്. ഗ്രാമവാസികൾക്കെല്ലാം തന്നെ പ്രിയങ്കരനും ആദരണീയനുമായിരുന്നു അദ്ദേഹം അല്ലെ? ഓക്കെ, അതീവ സമർത്ഥനും തന്ത്രശാലിയുമാണ് അദ്ദേഹം അല്ലെ? അപ്പൊ ശിഷ്യന്മാരുടെ അഭിരുചികൾ അറിഞ്ഞു പ്രവർത്തിക്കുന്ന ആളുമായിരുന്നു വിഷ്ണുഗുപ്തൻ അല്ലെ? എന്തിനു വേണ്ടിയാണ് വിഷ്ണുഗുപ്തൻ ശിഷ്യർക്ക് മത്സരം ഏർപ്പെടുത്തിയത്? എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു? അവരുടെ ബുദ്ധി മനസ്സിലായില്ലേ? എന്തിനാണ് നമ്മൾ മത്സരം ഏർപ്പെടുന്നത്? ഇത് കണ്ടോ, തന്റെ ഇടയ്ക്കിടെ വിഷ്ണുഗുപ്തൻ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി രസകരങ്ങളായ പല മത്സരങ്ങളും നിരീക്ഷണങ്ങളും ബുദ്ധിപരീക്ഷണവും സംഘടിപ്പിക്കാറുണ്ട്. അതിന് അല്ലേ? അപ്പൊ എന്തിനാണ്? അവരുടെ ബുദ്ധിശക്തിയും കഴിവും ഒക്കെ കണ്ടറിയാനാണ് എന്തിന് മത്സരം വെക്കുന്നത് അല്ലെ നമ്മള്? ഓക്കെ, നെക്സ്റ്റ്, രമണകൻ മത്സരത്തിന് കൊണ്ടുവന്ന വസ്തു എന്തായിരുന്നു? രമണകൻ മത്സരത്തിന് എന്താ ഫെയ്റ്റേ? ഫെയ്ത്തിനോട് ഞാൻ ചോദിച്ചു. അൺമ്യൂട്ട് ഫെയ്ത്ത്. മീൻസ് ഒരു പക്ഷിയെ. രമണകൻ നോട്ട് വിജയമിത്രന്റെ കാര്യമല്ല മിസ്. രമണകൻ
രമണകൻ എന്താ കൊണ്ടുവന്നേ? ഒരു പാരഗ്രാഫ് തന്നെ ഉണ്ട്. ഗ്രാമവതിയുടെ മകനായ രമണകൻ കൊണ്ടുവന്നത് വില കൂടിയ പ്രകാശം പരത്തുന്ന വിലയേറിയ ഒരു വൈരക്കല്ലായിരുന്നു അല്ലേ? പൂരത്തിൽ പോലും വെളിച്ചത്തിന്റെ 1000 പൂക്കൾ ഒരുമിച്ച് വിടർത്തുന്ന ഒരു വൈരക്കല്ലായിരുന്നു രമണകൻ കൊണ്ടുവന്നത് അല്ലെ? ടെക്സ്റ്റ് നല്ലപോലെ വായിക്കണം, എന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ വേഗം ചെയ്യാൻ പറ്റും. പിന്നെ ശ്രുതകേതു കൊണ്ടുവന്ന വസ്തു ഏതായിരുന്നു? പറഞ്ഞ എല്ലാവരും കൂടി ഒന്ന്. നിറയെ ചിത്രവരകൾ ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു വിളക്കാണ്. കറക്റ്റ്. അപ്പോ എന്താ കൊണ്ടുവന്നത്? നിറയെ ചിത്രവേലകൾ ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു വിളക്ക് അല്ലെ? കത്തുംതോറും പ്രഭ ചൊരിയുന്ന ഒരു അസാധാരണ വിളക്കാണ് ആര്? ശ്രുതകേതു കൊണ്ടുവന്നത് അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വിജയമിത്രന് സമ്മാനം ലഭിക്കാൻ കാരണമെന്ത്? എന്താണ് വിജയമിത്രന് സമ്മാനം ലഭിക്കാൻ കാരണം? മറ്റുള്ളവരും അവൻ ഒരു പക്ഷിയാണ് കൊണ്ടുവന്നത്. ആ പക്ഷി മുറിവേറ്റ് പക്ഷിയെ രക്ഷിച്ചു. എങ്ങനെയുള്ള പക്ഷിയായിരുന്നു അല്ലേ? മരച്ചുവട്ടിൽ അമ്പേറ്റ് പിടിയുന്ന ഒരു പക്ഷിയെയാണ് എടുത്തുകൊണ്ടുവന്നത് അല്ലെ? അപ്പോ ആ പക്ഷിയോട് തോന്നിയ അനുകമ്പ ഉണ്ടായിരുന്നു വിജയമിത്രന് അല്ലെ? അതുകൊണ്ടല്ലേ അത് എടുത്തത്, അല്ലെങ്കിൽ നേരെ മത്സരത്തിലേക്ക് ഓടിയാൽ മതിയല്ലോ. ഓക്കെ, അതുകൊണ്ട് ഏറ്റവും വിജയമിത്രന് സമ്മാനം ലഭിക്കാൻ കാരണതാണ് അല്ലെ? എന്താണ്? മനസ്സിലെ ഏറ്റവും പ്രകാശമേറിയ ദൈവികമായ ഒരു അനുഭൂതിയാണ് ദയ അല്ലെ? ദയാണ് കാണിച്ചത് ഒരു ജീവിയോട്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സമ്മാനം ലഭിച്ചത്. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഓക്കെ, ക്ലിയർ ആയില്ലേ ഇപ്പൊ? അപ്പോ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു തേടിപ്പോയ വിജയമിത്രൻ എന്താണ് ചെയ്തത്? വിജയമിത്രൻ എന്തൊക്കെ ചെയ്ത? വിജയമിത്രൻ ഒരാളെ അൺമ്യൂട്ട് ചെയ്യാ. ഓക്കെ, ഫെയ്ത്ത് അൺമ്യൂട്ട് ചെയ്തേ. എന്താ ചെയ്തത്? അയ്യോ, സൗണ്ട് വരുന്നുണ്ടല്ലോ. എന്താ ചെയ്തത് ഫെയ്ത്ത്? ഇതാക്കി. ആൻമേരിയ പറഞ്ഞേ. അതല്ലേ ആ ഒരു പാരഗ്രാഫില് വിജയമിത്രൻ നിരാശനായ എന്താ ചെയ്തത്? അങ്ങകലെ ഒരു മരച്ചുവട്ടിൽ ഒരു പാവം പക്ഷി അമ്പേറ്റ് പിടിയുന്നത് കണ്ടു അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? വിജയമിത്രൻ ചെന്ന് അതിനെ വാരിയെടുത്ത് എന്ത് ചെയ്തു? ദാഹജലത്തിന് വേണ്ടി അവൻ അതിന്റെ വായിൽ ജലം പകർന്നു. അപ്പൊ എന്ത് ചെയ്തു? പിന്നെ മുറിവേറ്റ സ്ഥലത്ത് പച്ചമരുന്നുകൾ വെച്ചു കൊടുത്തു. അപ്പോഴേക്കും നേരം വളരെ വൈകി. അപ്പൊ ഇതൊക്കെ ആയിരുന്നു ആര്? വിലയേറിയ വസ്തു കൊണ്ടുപോകാൻ വിജയമിത്രൻ ചെയ്തിരുന്നത് അല്ലെ? ആ പക്ഷിയോട് ദയ കാണിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അല്ലെ? അപ്പൊ ഇതാണ് നമ്മുടെ 7 ക്വസ്റ്റ്യൻ. ഈ സെക്കൻഡ് പാഠത്തിലുള്ള 7 ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ സെക്കൻഡ് പാഠം കഴിഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും മനസ്സിലാവാത്തയുണ്ടോ? സെക്കൻഡ് പാഠം എന്തേ ദിയ? മനസ്സിലാവുന്നില്ല ദിയ? അൺമ്യൂട്ട് ചെയ്തേ മോളെ. അൺമ്യൂട്ട് ചെയ്ത്. ദിയ കുട്ടിക്ക് എന്താണ് പ്രശ്നം? എന്നാ മെസ്സേജ് ചെയ്തേ ഒന്ന് ഇങ്ങോട്ട്. എന്താ പ്രശ്നം? നമുക്ക് മനസ്സിലാവുന്നില്ല. എന്താ പ്രശ്നടാ? എന്താ അൻമേരിയ? അൺമ്യൂട്ട് ചെയ്തേ അൻമേരിയ. ദിയക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലെ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഉണ്ട്, പറ്റുന്നില്ല. എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ആഷിക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ മോനെ. നിങ്ങൾക്ക് കേൾക്കാത്ത പ്രശ്നമില്ലല്ലോ? എല്ലാവർക്കും ഓക്കെ ആണല്ലേ? അതെ. ശ്രേയ? അതെ, ഷോണിന് കേൾക്കുന്നുണ്ട്. ശ്രേയക്ക് എങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ശ്രേയ അൺമ്യൂട്ട് ചെയ്തോ ശ്രേയ. കേൾക്കാത്ത പ്രശ്നമില്ലല്ലോ നിങ്ങൾക്ക്? കേൾക്കുന്നില്ല എല്ലാവർക്കും? ഇല്ലേ? കേൾക്കുന്നുണ്ട് അല്ലെ? ഫെയ്ത്തിന് ഓക്കെയാണ്, ഷോണിന് ഓക്കെയാണ് അല്ലെ?
വെച്ചാലേ ഒരു ക്ലിയർ കുറവാണ്. അപ്പോ ഇനി ഇതാരാ വായിക്കോന്ന്? ആരാ വായിക്കുക? മുഖം ഇങ്ങനെ ആയി പറ്റുമല്ലാതെ. ശ്രേയ. ഓക്കെ, ശ്രേയ എന്നാ വായിച്ചേ? ശ്രേയ. ആൻമരിയ ബോധം കിട്ടുമെന്ന് സംശയമുണ്ട് അല്ലേ ആൻമരിയ? ശ്രേയ ഒന്ന് വായിച്ചേ മോളെ. ദിയക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അവിടെ പറ്റുന്നില്ലേ? എന്ത് പറ്റിയാവോ? അവിടെ ആ റൈറ്റ് ബട്ട് അത് ഞെക്കിയാ പോരെ? ഞാൻ എല്ലാ ഓപ്ഷനും ഇവിടെ തന്നിട്ടുണ്ട്, ചെയ്ത് നോക്കിയേ. ശ്രേയ വായിച്ചേ. ശ്രേയക്ക് സൗണ്ട് ഇല്ലേ? ഇവർക്കെല്ലാം എന്ത് പറ്റി? പിടിച്ച പ്രകാശ വസ്തു ഏതെന്ന് കണ്ടെത്തുക. ഇതാണ് മത്സരം. ഇതിൽ വിജയിക്കുന്നയാൾക്ക് ഞാൻ വിലപിടിച്ച ഒരു സമ്മാനം നൽകും, വിഷ്ണുഗുപ്തൻ അറിയിച്ചു. ശിഷ്യന്മാരെല്ലാം ഗുരുവിന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. വിഷ്ണുഗുപ്തൻ ശിഷ്യന്മാർക്ക് മാത്രമല്ല ആ ഗ്രാമവാസികൾക്കെല്ലാം തന്നെ പ്രിയങ്കരനും ആദരണീയനുമായിരുന്നു. പാടലിപുത്രത്തിലെ ഒരു ഓണംകേറ മൂലയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരുകുലം. അതീവ സമർത്ഥനും തന്ത്രശാലിയുമായ വിഷ്ണുഗുപ്തൻ ശിഷ്യന്മാരുടെ അഭിരുചികൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന പ്രകൃതിക്കാരനായിരുന്നു. വ്യത്യസ്തമായ അഭിരുചികളോട് കൂടിയ ശിഷ്യന്മാരാണ് അവിടെ പഠിച്ചിരുന്നത്. രമണകനും ശ്രുതകേതുവും വിജയമിത്രനുമെല്ലാം അക്കൂട്ടത്തിൽ പെടുന്നു. ഇടയ്ക്കിടെ വിഷ്ണുഗുപ്തൻ തന്റെ ശിഷ്യന്മാർക്കു വേണ്ടി രസകരങ്ങളായ പല മത്സരങ്ങളും നിരീക്ഷണങ്ങളും ബുദ്ധി പരീക്ഷകളും സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ഗുരുകുലത്തിന്റെ വാർഷികം വന്നു ചേർന്നത്. വാർഷിക പരിപാടിയുടെ ഭാഗമായാണ് വിഷ്ണുഗുപ്തൻ തന്റെ ശിഷ്യന്മാർക്കായി വളരെ പുതുമയുള്ള ആ മത്സരം ഏർപ്പെടുത്തിയത്. ഏറ്റവും പ്രകാശമുള്ള വസ്തുവാണ് കണ്ടുപിടിച്ചു കൊണ്ടുവരേണ്ടത്. എന്താണാവോ ഗുരുനാഥൻ ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്? രമണകനും ശ്രുതകേതുവും വിജയമിത്രനുമെല്ലാം ഓരോരോ വഴിക്ക് യാത്രയായി. അവരവരുടെ കാഴ്ചപ്പാടിന് യോജിച്ച വസ്തുക്കൾ കണ്ടുപിടിക്കാനായ ഓരോരുത്തരുടെയും ശ്രമം. ഗ്രാമപതിയുടെ മകനായ രമണകൻ കൊണ്ടുവന്നത് പ്രകാശം പരത്തുന്ന വിലയേറിയ ഒരു വൈരക്കല്ലായിരുന്നു. കൂരിരുട്ടിൽ പോലും വെളിച്ചത്തിന്റെ 1000 പൂക്കൾ ഒരുമിച്ച് വിടർത്തുന്ന വൈരക്കല്ലിനേക്കാൾ കൂടുതൽ പ്രകാശം പരത്തുന്ന മറ്റു വല്ല വസ്തുവും ഈ ലോകത്തിലുണ്ടോ? ശ്രുതകേതു കൊണ്ടുവന്നത് നിറയെ ചിത്രവേലകൾ ചെയ്തിട്ടുള്ള മനോഹരമായൊരു വിളക്കാണ്. കത്തുംതോറും പ്രഭ കൂടി വരുന്ന ഒരസാധാരണ വിളക്ക്. ഇരുട്ടിന്റെ ധൂമപടലങ്ങളിൽ കനകപ്രകാശം കോരിച്ചൊരിയുന്ന ഈ വിളക്കിനേക്കാൾ തിളക്കം മറ്റെന്തിനാണുള്ളത്? വിജയമിത്രൻ ഇപ്പോഴും ഗ്രാമവീതിയിലൂടെ അലയുകയാണ്. വിലപിടിച്ച വല്ലതും വാങ്ങാമെന്ന് വെച്ചാൽ തന്നെ അവന്റെ കയ്യിൽ ചില്ലി കാശ് പോലുമില്ല. ഗ്രാമപുരോഹിതനായ അവന്റെ അച്ഛൻ തളർവാദം പിടിപെട്ട് വളരെ കാലമായി കിടപ്പിലാണ്. വിശപ്പടക്കാൻ നിവർത്തിയില്ലാത്തിടത്ത് മറ്റു വല്ലതും നടക്കുമോ? ഒന്നും കണ്ടെത്താനാവാതെ വിജയമിത്രൻ നിരാശനായി ഗുരുകുലത്തിലേക്ക് തിരിച്ചു. അപ്പോഴാണ് ഒരു ദയനീയമായ രംഗം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങകലെ ഒരു മരച്ചുവട്ടിൽ ഒരു പാവം പക്ഷി അമ്പേറ്റ് പിടിയുന്നു. വിജയമിത്രൻ ഓടിച്ചെന്ന് അതിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. ദാഹജലത്തിന് വേണ്ടി അത് വായി തുറന്നു. അവൻ അതിന്റെ വായിൽ ജലം പകർന്നു. പിന്നെ മുറിവേറ്റ സ്ഥലത്ത് പച്ചമരുന്നുകൾ പിഴിഞ്ഞൊഴിച്ചു. അപ്പോഴേക്കും നേരം വളരെ വൈകിയിരുന്നു. ഗുരുകുലത്തിൽ എത്തേണ്ട സമയം കഴിഞ്ഞിരുന്നു. വിജയമിത്രൻ തന്റെ കയ്യിലുള്ള പക്ഷിയെയും നെഞ്ചോടടക്കി പിടിച്ച് കൊണ്ട് വേഗത്തിൽ ഓടി. മറ്റുള്ളവരെ പോലെ ഏറ്റവും വിലപിടിച്ച വസ്തുവുമായി എത്താൻ കഴിയാതെ വന്നതിനാൽ അവൻ വല്ലാതെ സങ്കടപ്പെട്ടു. അവന് എന്തെന്നില്ലാത്ത ലജ്ജയും തോന്നി. വിജയമിത്രൻ വരുന്നതും കാത്ത് വിഷ്ണുഗുപ്തൻ ഗുരുകുലത്തിന്റെ മുറ്റത്ത് തന്നെ ഉലാത്തുന്നുണ്ടായിരുന്നു. ഗുരുവിനെ കൈവണങ്ങിയിട്ട് അവൻ പറഞ്ഞു, ഗുരു, മറ്റുള്ളവരെ പോലെ വിലപിടിച്ച ഒരു വസ്തുവും കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ ദരിദ്രനാണ്, എന്നോട് ക്ഷമിക്കണം. പിന്നെ നിന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത്? ഗുരു അന്വേഷിച്ചു. ഇതൊരമ്പേറ്റ പക്ഷിയാണ്. ഇതിനെ വഴിയിൽ ഉപേക്ഷിച്ചു പോരാൻ എനിക്ക് കഴിഞ്ഞില്ല. വിജയമിത്രന്റെ കണ്ണുകൾ നിറഞ്ഞു. ഓഹോ, അപ്പോൾ ഇത് വളരെ വിലയേറിയ ഒരു വസ്തുവാണല്ലോ. ഗുരുവിന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. എങ്കിലും കാരുണ്യത്തിന് വേണ്ടി കേഴുന്ന ആ പക്ഷിയുടെ ദീനഭാവം കണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിച്ചു. അതിനെ നോക്കി നിന്ന രമണകന്റെയും ശ്രുതകേതുവിന്റെയും കണ്ണുകൾ നിറയുന്നത് ഗുരു ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, ശിഷ്യരെ, ഏറ്റവും പ്രകാശമേറിയ വസ്തു കണ്ടെത്തിയത് വിജയമിത്രനാണ്. അതിനാൽ എന്റെ സമ്മാനം ഞാൻ അവനാണ് നൽകാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഗുരു? രമണകൻ സംശയം ചോദിച്ചു.
ശിഷ്യരെ, മനുഷ്യ മനസ്സിലെ ഏറ്റവും പ്രകാശമേറിയതും ദൈവികമായ ഒരു അനുഭൂതിയാണ് ദയ. ആ ദയയെ ഉണർത്താൻ വിജയമിത്രൻ കൊണ്ടുവന്ന വസ്തുവിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ പോലും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത്. വിഷ്ണുഗുപ്തൻ വിശദമാക്കി. ശിഷ്യന്മാർ ഗുരുവിന്റെ വചനങ്ങൾ ശ്രദ്ധയോടെ കേട്ടു. അവരുടെ മനസ്സിൽ ഒരു പുതിയ വെളിച്ചം ഉണർന്നു. അവർ തങ്ങളുടെ ആദരണീയനായ ഗുരുവിന്റെ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചു. നെക്സ്റ്റ് സൂപ്പർ ആയിട്ടുണ്ടേ, വായിക്കാൻ പഠിച്ചു നല്ലപോലെ. ആഷിഖ് ഷാജി പ്ലീസ് അൺമ്യൂട്ട് മോനെ, ഒന്ന് വായിച്ചേ മോനെ. കേൾക്കാമോ ടീച്ചറെ? ആ, പാഠം 2 കാരുണ്യത്തിന്റെ വില. ശിഷ്യരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മത്സരം ഏർപ്പെടുത്തുകയാണ്. വിഷ്ണുഗുപ്തൻ പറയാൻ തുടങ്ങി. എന്ത് മത്സരമാണ് ഗുരു? ശിഷ്യന്മാർ ആകാംക്ഷയോടെ ആരാഞ്ഞു. ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച പ്രകാശ വസ്തു ഏതെന്ന് കണ്ടെത്തുക. ഇതാണ് മത്സരം. ഇതിൽ വിജയിക്കുന്ന ആൾക്ക് ഞാൻ വില പിടിച്ച ഒരു സമ്മാനം നൽകും, വിഷ്ണുഗുപ്തൻ അറിയിച്ചു. ശിഷ്യന്മാരെല്ലാം ഗുരുവിന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. വിഷ്ണുഗുപ്തൻ ശിഷ്യന്മാർക്ക് മാത്രമല്ല, ആ ഗ്രാമവാസികൾക്കെല്ലാം തന്നെ പ്രിയങ്കരനും ആദരണീയനുമായിരുന്നു. പാടലീപുത്രത്തിലെ സൂപ്പറായി വായിക്കുന്നുണ്ടായിരുന്നു. ഒരു ഓണങ്കേറ മൂലയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരുകുലം. ആഷിഖേ, അതീവ സമർത്ഥനും തന്ത്രശാലിയുമായിരുന്ന വിഷ്ണുഗുപ്തൻ ശിഷ്യന്മാരുടെ അഭിരുചികൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു. വ്യത്യസ്തമായ അഭിരുചികളോടുകൂടിയ ശിഷ്യന്മാരാണ് അവിടെ പഠിച്ചിരുന്നത്. രമണകനും ചിത്രകേതുവും വിജയമിത്രനുമെല്ലാം അക്കൂട്ടത്തിൽ പെടുന്നു. ഇടയ്ക്കിടെ വിഷ്ണുഗുപ്തൻ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി രസകരങ്ങളായ പല മത്സരങ്ങളും നിരീക്ഷണങ്ങളും ബുദ്ധിപരീക്ഷണങ്ങളും സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ഗുരുകുലത്തിന്റെ വാർഷികം വന്നു ചേർന്നത്. വാർഷിക പരിപാടിയുടെ ഭാഗമായാണ് വിഷ്ണുഗുപ്തൻ തന്റെ ശിഷ്യന്മാർക്കായി വളരെ പുതുമയുള്ള മത്സരം ഏർപ്പെടുത്തിയത്. ഏറ്റവും പ്രകാശമുള്ള വസ്തുവാണ് കണ്ടുപിടിച്ച് കൊണ്ടുവരേണ്ടത്. എന്താണാവോ ഗുരുനാഥൻ ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്? രമണകനും ചിത്രകേതുവും വിജയമിത്രനുമെല്ലാം ഓരോ വഴിക്ക് യാത്രയായി. അവരുടെ കാഴ്ചപ്പാടിന് യോജിച്ച വസ്തുക്കൾ കണ്ടുപിടിക്കാനായി ഓരോരുത്തരുടെയും ശ്രമം. ഗ്രാമപതിയുടെ മകനായ രമണകൻ കൊണ്ടുവന്നത് പ്രകാശം പരത്തുന്ന വിലയേറിയ ഒരു വൈരക്കല്ലായിരുന്നു. കൂരിരുട്ടിൽ പോലും വെളിച്ചത്തിന്റെ 1000 പൂക്കൾ ഒരുമിച്ച് വിടർത്തുന്ന വൈരക്കല്ലിനേക്കാൾ കൂടുതൽ പ്രകാശം പറ്റുന്ന മറ്റു വല്ല വസ്തുവും ഈ ലോകത്തിലുണ്ടോ? ചിത്രകേതു കൊണ്ടുവന്നത് നിറയെ ചിത്രവേലകൾ ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു വിളക്കാണ്. കത്തുംതോറും പ്രഭ കൂടി വരുന്ന ഒരു അസാധാരണമായ വിളക്ക്. ഇരുട്ടിന്റെ ധൂപടലങ്ങളിൽ കനകപ്രകാശം കോരി ചൊരിയുന്ന ഈ വിളക്കിനേക്കാൾ തിളക്കം മറ്റെന്തിനാണുള്ളത്? വിജയമിത്രൻ ഇപ്പോഴും ഗ്രാമവീഥിയിലൂടെ അകലുകയാണ്. വിലപിടിച്ച വല്ലതും വാങ്ങാമെന്ന് വെച്ചാൽ തന്നെ അവന്റെ കയ്യിൽ ചില്ലിക്കാശ് പോലുമില്ല. ഗ്രാമപുരോഹിതനായ അവന്റെ അച്ഛൻ തളർവാദം പിടിപെട്ട് വളരെ കാലമായി കിടപ്പിലാണ്. വിശപ്പടക്കാൻ നിവൃത്തിയില്ലാത്തിടത്ത് മറ്റു വല്ലതും നടക്കുമോ? ഒന്നും കണ്ടെത്താനാവാതെ വിജയമിത്രൻ നിരാശനായി. ഗുരുകുലത്തിലേക്ക് തിരിച്ചു. അപ്പോഴാണ് ഒരു ദയനീയ രംഗം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങകലെ ഒരു മരച്ചുവട്ടിൽ ഒരു പാവം പക്ഷി അമ്പേറ്റ് കിടക്കുന്നു. വിജയമിത്രൻ ഓടിച്ചെന്ന് അതിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. ദാഹജലത്തിന് വേണ്ടി അത് വായ് തുറന്നു. അവൻ അതിന്റെ വായിൽ ജലം പകർന്നു. പിന്നെ മുറിവേറ്റ സ്ഥലത്ത് പച്ചമരുന്നുകൾ പിഴിഞ്ഞൊഴിച്ചു. അപ്പോഴേക്ക് നേരം വൈകിയിരുന്നു. ഗുരുകുലത്തിൽ എത്തേണ്ട സമയം കഴിഞ്ഞിരുന്നു. വിജയമിത്രൻ തന്റെ കയ്യിലുള്ള പക്ഷിയെ നെഞ്ചടക്കി പിടിച്ചുകൊണ്ട് വേഗത്തിൽ ഓടി. മറ്റുള്ളവരെ പോലെ ഏറ്റവും വിലപിടിച്ച വസ്തുവുമായി എത്താൻ കഴിയാതെ വന്നതിൽ അവൻ വല്ലാതെ സങ്കടപ്പെട്ടു. അവന് എന്തെന്നില്ലാത്ത ലജ്ജയും തോന്നി. വിജയമിത്രൻ വരുന്നതും കാത്ത് വിഷ്ണുഗുപ്തൻ ഗുരുകുലത്തിന്റെ മുറ്റത്തു തന്നെ ഉലാത്തുന്നുണ്ടായിരുന്നു.
കൈവണങ്ങിയിട്ട് അവൻ പറഞ്ഞു, ഗുരു, മറ്റുള്ളവരെ പോലെ വിലപിടിച്ച ഒരു വസ്തുവും കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ ദരിദ്രനാണ്, എന്നോട് ക്ഷമിക്കണം. പിന്നെ നിന്റെ കയ്യിൽ എന്തായിരിക്കുന്നത്? ഗുരു അന്വേഷിച്ചു. ഇതൊരു അമ്പേറ്റ പക്ഷിയാണ്. ഇതിനെ വഴിയിൽ ഉപേക്ഷിച്ചു പോരാൻ എനിക്ക് കഴിഞ്ഞില്ല. വിജയമിത്രന്റെ കണ്ണുകൾ നിറഞ്ഞു. ഓഹോ, അപ്പോൾ ഇത് വളരെ വിലയേറിയ ഒരു വസ്തുവാണല്ലോ. ഗുരുവിന് സന്തോഷം കൊണ്ട് തിളങ്ങി. എങ്കിലും കാരുണ്യത്തിനു വേണ്ടി കൊല്ലുന്ന ആ പക്ഷിയുടെ ദീനഭാവം കണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിച്ചു. അതിനെ നോക്കി നിന്ന രമണകന്റെയും ശത്രുകേതുവിന്റെയും കണ്ണുകൾ നിറയുന്നത് ഗുരു ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, ശിഷ്യരെ, ഏറ്റവും പ്രകാശമേറിയ വസ്തു കണ്ടെത്തിയത് വിജയമിത്രനാണ്. അതിനാൽ എന്റെ സമ്മാനം ഞാൻ അവനാണ് നൽകാൻ പോകുന്നത്. അങ്ങനെയാണ് ഗുരു. രമണകൻ അതെങ്ങനെയാണ് ഗുരു? രമണകൻ ശിഷ്യരെല്ലാം മനുഷ്യ മനസ്സിന് ശിഷ്യരെ പോയാ ആഷിക്ക് കഴിയാറായതാണ്. അപ്പൊ പോയി തോന്നുന്നു. അപ്പോ ഇല്ല, അവൻ കട്ടായി പോയി തോന്നുന്നുണ്ട്. അപ്പൊ എല്ലാ കുട്ടികളും ഇത് വായിക്കാൻ പഠിക്കണേ, നല്ലപോലെ വായിക്കാൻ പഠിക്കണം. അപ്പൊ നമ്മുടെ 2ാമത്തെ പാഠം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും ഓക്കെ ആണോ? അപ്പോ ഇനി അടുത്ത നെക്സ്റ്റ് ഫ്രൈഡേ നമുക്ക് ഇതിന്റെ എക്സാം ആണ്. എക്സാം എന്ന് പറഞ്ഞാൽ ചെറിയൊരു എക്സാം. ഓക്കെ, അപ്പൊ ഇനി എല്ലാവരോടും ഞാൻ പ്രത്യേകിച്ച് പറയില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം ഏകദേശം തീരാറായി. ഓക്കെ, അപ്പൊ എല്ലാവരോടും ബൈ, സി യു. എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഇല്ലേ, ഫെയ്ത്തിനൊന്നും ഉണ്ടാക്കി കൊടുത്തില്ലാന്ന് തോന്നുന്നു അമ്മ, അല്ലേ? ഫെയ്ത്ത് കറക്കത്തിലാണ്, അതുകൊണ്ട് പിന്നെ ഫെയ്ത്തിന് ആൻമേരിയും കഴിച്ചില്ല അല്ലേ? കഴിച്ചാ? നല്ല ചിരിയലുണ്ടല്ലോ, ഞാൻ വെച്ച് കഴിച്ചോന്ന് അല്ലേ? ഓക്കേ, അപ്പൊ നമ്മുടെ സമയം കഴിയാറായി. എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത കുട്ടികളെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ആഷിക്കേ, നമ്മുടെ സമയം തീരാറായി. അപ്പോ ഇന്ന് ബൈ പറയണേ. വീഡിയോ ഓൺ ചെയ്തോ? ഇല്ല. ഓക്കെ, ബൈ. എല്ലാവരും പഠിച്ചിട്ട് വരണേ അടുത്ത ക്ലാസ്സില്. ഓക്കെ കേട്ടോ? ഫെയ്ത്തേ പഠിക്കണേ. ഫസ്റ്റ് പാഠം കംപ്ലീറ്റ് പഠിക്കണം. ഓക്കെ.